ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു ചെറിയൊരു യാത്രയ്ക്ക് തയ്യാറാവാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് യാത്ര പോകണം എന്നുള്ള ഒരു ആലോചനയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ലീവ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയ സമയം കൊണ്ട് കിട്ടിയ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്തു നമ്മൾ യാത്ര ആരംഭിക്കാൻ കേട്ടോ. എങ്ങോട്ടാണ് പോണത് എന്നൊന്നും ഇതുവരെയായിട്ട് തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. യാത്ര നമുക്ക് ഇങ്ങനെ ചുമ്മാ ഒന്ന് പോയി റിലാക്സ് ചെയ്തിട്ട് വരാം എന്നുള്ളത് മാത്രമായിരുന്നു ആകണ്ടായിരുന്ന ഒരു ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. ഇപ്പോഴും നമ്മളോരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൽ നല്ലത് ഇടയ്ക്ക് ഇതേപോലെ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻഡിൽ ഒന്ന് റിലീഫ് ആവാനും എല്ലാറ്റിനുള്ള ഒരു ടൈം കിട്ടും ചെയ്യും കേട്ടോ. അങ്ങനെ വണ്ടിയിൽ കയറി യാത്ര ആരംഭിക്കുകയാണ്. നമുക്ക് ഒരു ചെറിയൊരു ക്യാമറമാൻ ഉണ്ട് കേട്ടോ കൂടെ, നമുക്കിതിൻ്റെ വിഷ്വൽസൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട്. കാരണം ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടും ഉണ്ട് കൂടെ. അങ്ങനെ ഫ്രണ്ടിന് കൂടെയാണ് നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ യാത്ര എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചായി ഒരു നീണ്ടൊരു യാത്ര പോയിട്ട് എപ്പോഴും ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്, അതായത് ട്രസ്റ്റും എന്താ പറയുക, ഒരു മൈൻഡ് ഒരു ക്ലിയറായി കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു ലീവ് കിട്ടിയപ്പോൾ യാത്രയാണ് കേട്ടോ. അങ്ങനെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ ഇടുക്കി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അടിമാലി, അങ്ങനെയാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. കാരണം ആ ഒരു റൂട്ട് പോകുക എന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാവുന്ന ഒരു റൂട്ട് കൂടിയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ യാത്ര നമുക്ക് നല്ലൊരു റിലാക്സിങ് മൈൻഡും കിട്ടും. കാരണം അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ അവിടെ ഫ്രണ്ട്സുകളൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ആ റൂട്ട് പിടിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഒരു 2 മാസം മുന്നേ നമ്മൾ ആ വഴി പോയി നോക്കുമ്പോൾ എല്ലാം എന്താ പറഞ്ഞ പോലെ സ്ഥലങ്ങളെല്ലാം ആകെ വരണ്ട്, ഒരു കാണാൻ ഭംഗിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അത്യാവശ്യം സ്ഥലങ്ങളിൽ വെള്ളവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മഴ പറഞ്ഞ് ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളച്ചാട്ടമൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു തണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികം ചൂടൊന്നും ഇല്ലാണ്ട് നൈസായിട്ടൊന്ന് കറങ്ങി വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നേരെ ഇടുക്കി അല്ലെങ്കിൽ അടിമാലി എന്നുള്ളൊരു ഇത് നമ്മൾ മനസ്സിൽ വന്നത് കേട്ടോ. അങ്ങനെ യാത്ര കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മഴക്കാറുണ്ടായിരുന്നു യാത്രയിൽ. അപ്പോൾ അതൊന്നും കാര്യമാക്കിയില്ല. എന്തായാലും കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള കാരണം കൊണ്ട് അതൊന്നും നമ്മൾ സീനാക്കുന്നില്ല. അങ്ങനെ നമ്മൾ യാത്ര പോവുകയാണ്. അങ്ങനെ ഓരോ യാത്രകളെന്ന് പറയുന്നത് കുറേ ഓർമ്മപ്പെടുത്തലുകളാണ് കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിരിക്കുന്നതൊക്കെ ഓരോ യാത്ര ചെയ്യുമ്പോഴാണ്. അതിപ്പോൾ ബസ്സിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും പറഞ്ഞ പോലെ കാറിലാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഓർമ്മകൾ തേടിയെത്തുന്നത്. അതുപോലെ ഞാനും ഈ യാത്രയിൽ പോയപ്പോൾ എനിക്കും പഴയ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ ഈ ഒരു വഴിക്ക് പോകുന്നത്. ഒരുപാട് വട്ടം നമ്മൾ പോയിട്ടുണ്ട്. എന്നാലും എന്താ പറയുക, ഓരോ വട്ടം നമ്മൾ പോകുമ്പോഴും നമുക്ക് ഓർമ്മകൾ തരുന്നത് അത്രയും നല്ല എന്താ പറയുക സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും. പക്ഷേ ആ ഒരു മറന്നു പോയിട്ടുള്ള പല കാര്യങ്ങളും ഇതുപോലെ യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മകളായിട്ട് വരും. ആ ഓർമ്മകളാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു എന്താ പറയുക മെയിനായിട്ടുള്ള ഒരു കാര്യം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു നീണ്ട ഒരു യാത്ര അല്ലെങ്കിൽ നീണ്ടതല്ലെങ്കിലും എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നത് വളരെയധികം നല്ലതാണ്. കാരണം അപ്പോഴാണ് നമുക്ക് നമ്മളെന്താണെന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുമാതിരി എന്താ പറയുക യന്ത്രങ്ങളെപ്പോലെ പലരും കാലത്തെണീക്കുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, പിന്നെ ചെറിയ കുറച്ച് സമയം കിട്ടുമ്പോൾ അതും ജോലിയിൽ തന്നെയായിരിക്കും, വീണ്ടും കാലത്തെണീക്കുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു. ഇതും തന്നെ ഈ റൊട്ടേഷൻ മാത്രമായിട്ടിരിക്കുമ്പോൾ ലൈഫ് പെട്ടെന്ന് തീരും. ടെൻഷൻസ് വരും, പല പല രോഗങ്ങൾ വരും. എന്താ പറയുക, ആരോടും നമുക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനോ ഒന്നിനുള്ള ഒരു കിട്ടത്തുമില്ല. അങ്ങനെ കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിലീഫായിട്ട് നമുക്ക് ആ ടെൻഷൻ, ഇപ്പോൾ ജോലിയാണെങ്കിലും പഠിപ്പാണെങ്കിലും എന്താണെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു ടെൻഷനിൽ നിന്ന് നമുക്കൊന്ന് റിലീഫ് ആവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതുപോലെ എങ്ങോട്ടെങ്കിലും ഒരു ചെറിയൊരു യാത്ര, അതിപ്പോൾ ഒറ്റക്കാണെങ്കിലും അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മളൊന്ന് പോകുന്നത് വളരെയധികം നല്ലതായിരിക്കും. അങ്ങനെയാണ് ഞാനും തീരുമാനിച്ചത് എന്തായാലും നമുക്ക് ഒരു യാത്ര പോകണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ യാത്ര പോകുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ
എന്താ പറയുക അടിമാലി വരെ പോകണം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ അവിടുന്ന് പറഞ്ഞ പോലെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇടുക്കി വരെ പോകും ചിലപ്പോൾ. കറക്റ്റ് തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പോക്കാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പിന്നെ ആ വഴിക്ക് പോകാൻ ഇപ്പോൾ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മഴ കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ച് ഒരു 1 വീക്ക് മുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മഴയും പിന്നെ അവിടെ ഇവിടെ മരങ്ങളൊക്കെ വീണിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലമായിട്ട് ആനയൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആന ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോകാൻ വഴിക്ക് കാണുമോ ഇല്ലെന്നൊന്നും അറിയുന്നില്ല. 4-5 ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ആന വരുന്നുണ്ട്, ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പലയിടങ്ങളിലും വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് വെള്ളച്ചാട്ടം കാണാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം പിന്നെ എന്തായാലും ഒക്കെ ഒന്ന് കാണാമല്ലോ. എന്താ കേരളത്തിൻ്റെ ഭംഗി അവിടെയും ഉണ്ട്, അതും കുറച്ച് കണ്ട് ആസ്വദിച്ച് വരാം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ വഴിക്ക് പോകാന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണല്ലോ. പച്ചപ്പുള്ള സ്ഥലങ്ങൾ പിന്നെ ഫ്രഷ് എയറുമാണ്. ഒരുപാട് ആൾക്കാരോ കാര്യങ്ങളോ വണ്ടികളോ ഒന്നും അധികം ഉണ്ടാകത്തൊന്നുമില്ല. പിന്നെ ഈ സിറ്റിയിൽ നിന്നും കുറച്ചൊന്ന് മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ ഈ വക സ്ഥലങ്ങളിൽ പോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ആ സ്ഥലങ്ങളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷായി കിട്ടുകയും ചെയ്യും. അങ്ങനെ പോണ വഴിക്ക് നമ്മളൊരു ചേച്ചിയുടെ ഒരു കടയിൽ കയറിയിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ നമ്മുടെ എറണാകുളത്തൊക്കെ ഒരു ചായക്ക് 12 രൂപ, കടികൾക്ക് 12 രൂപ എല്ലാം. ഒരു നോർമൽ ചായയും കടി കഴിക്കണമെങ്കിൽ 24 രൂപ ആണ് ഇപ്പോൾ ഇവിടെയുള്ള ഒട്ടുമിക്ക ഹോട്ടൽസിലൊക്കെ വില വരുന്നത്. പക്ഷേ ഈ ചേച്ചിയുടെ കടയിൽ നല്ല ഫ്രഷ് ഈ പറഞ്ഞ പോലെ ബ്രെഡ് റോസ്റ്റ്, അതുപോലെ പഴംപൊരി, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. സമൂസ, ഉണ്ണിയപ്പമല്ല ബോണ്ട, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ചായയും കടി കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എറണാകുളത്തുള്ള ആ ഒരു പ്രൈസ് തന്നെ ആയിരിക്കും വരിക എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്രയൊന്നും വന്നില്ല. നോർമൽ 10 രൂപ ചായക്കും 10 രൂപ കടിക്കും കേട്ടോ വന്നിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏരിയ തന്നെയായിരുന്നു. അവിടെ അപ്പുറ സൈഡിൽ നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ, അതായത് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ ചായ കുടിച്ചിട്ട് ഒരു യാത്രയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു യാത്ര നമുക്ക് എന്താ പറയുക ഇതുപോലെ റിലാക്സ് ചെയ്യും എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ അവിടുത്തെ സ്ഥലം മൊത്തത്തിൽ ഒരു പണി നടക്കുന്നുണ്ട്. പണി നടക്കുന്ന കാരണം കൊണ്ട് നമ്മൾ ഒരുപാട് സ്പീഡോ കാര്യങ്ങളൊന്നും പോകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പൊളിച്ചിട്ടിട്ടുണ്ട്. പെട്ടെന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കോഴിയിലോട്ട് പോകും. അപ്പോൾ നോർമൽ സ്പീഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ പോണ വഴിക്ക് ഈ പറഞ്ഞ പോലെ ഇതേപോലെ തന്നെ വണ്ടി പിടിച്ച് കിട്ടാണ്ടാന്ന് തോന്നുന്നുണ്ട്. ഒരു മരം കൊണ്ട് വേണ്ടിയിരുന്ന ഒരു വണ്ടി മടഞ്ഞിട്ട് അതിൻ്റെ കുറേ ലോഡ് വേറെ വണ്ടിയിലോട്ട് കൊണ്ടുപോകുന്നതൊക്കെ കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ തോന്നി നമ്മൾ സ്പീഡ് കുറച്ച് പോകുന്നതായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്രക്ക് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കാൻ തന്നെ തോന്നി. അങ്ങനെ പിന്നെ ഒരുപാട് സ്പീഡൊന്നുമില്ല, ഒരു 40, 50, 60 ആ ഒരു സ്പീഡ് വെച്ചിട്ടാണ് നമുക്ക് പോകുന്നത്. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു റൈഡ് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ റൈഡർ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു എന്താ പറയുക, സ്പീഡിൽ പോകുന്നു, സ്പീഡിൽ വരുന്നു, സ്പീഡിൽ പോകുന്നു, സ്പീഡിൽ വരുന്നു, അങ്ങനെയല്ല. റൈഡ് പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു നോർമൽ 40 അല്ലെങ്കിൽ ഒരു 50, മാക്സിമം ഒരു 60 സ്പീഡിൽ പിടിക്കുക. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക. കണ്ണ് നിറയെ കാണാവുന്ന കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മുടെ മൈൻഡ് എത്രത്തോളം റിലീഫ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളമൊക്കെ നമ്മൾ റിലീഫ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് പല റൈഡേഴ്സും ചെയ്യുന്നത്. അങ്ങനെയാണ്. ചില പിള്ളേരുണ്ട് ബൈക്കിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ പെടയാണ്. അങ്ങനെ പിടച്ച് പോയിട്ട് എന്ത് കാണാനാണ്, ഒന്നും കാണാണ്ടാവില്ല. ചിലപ്പോൾ വല്ല വണ്ടിയുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ നിനക്ക് വേണം എന്തെങ്കിലും കാണുന്നില്ലാണ്ട് വേറെ ഒന്നും കാണാണ്ട ഭാഗ്യം കിട്ടത്തില്ല. അപ്പോഴെപ്പോഴും നമ്മൾ നോർമൽ ഒരു സ്പീഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് പല സംഭവങ്ങൾ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്നതാണ് എപ്പോഴും റൈഡേഴ്സിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ യാത്രയിൽ നേര്യമംഗലം എത്താറായിട്ടുണ്ട് കേട്ടോ. നേര്യമംഗലം എത്താറാകുമ്പോൾ തന്നെ അവിടുത്തെ കാഴ്ചകൾ കണ്ടായിരുന്നു. 2 സൈഡ് നല്ല പച്ചപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു 2 മാസം മുന്നേ ഇതുപോലെ പോയപ്പോൾ മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പച്ചപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നല്ല ചൂടല്ലായിരുന്നു. ആ ചൂടിൽ ആ ഒരു ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു 2-3 മാസം മുന്നേ. ഇപ്പോൾ മഴ പെയ്ത് ആ ഒരു ഭംഗി വീണ്ടും പഴയ രീതിയിലോട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ആശ്വാസമാണ്. പിന്നെ ഞങ്ങൾ ചെല്ലുന്ന ചില ഭാഗങ്ങളിൽ ഇവിടുന്ന് കാണാൻ പറ്റും തോന്നുന്നു, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും തോന്നുന്നുണ്ട്. ചിലപ്പോൾ മണ്ണിടിഞ്ഞ് വീണതും അതേപോലെ മരങ്ങൾ ഈ പറഞ്ഞ പോലെ ചെറിയ ഉരുൾ പൊട്ടിയിട്ട് മരങ്ങൾ വീണതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ റോഡിൻ്റെ ഒരു സൈഡിൽ. അപ്പോൾ ചെറിയൊരു പേടി വന്നു.
അപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നതോടെ ഞാൻ നമ്മളൊരു ഫ്രണ്ട്സുകളുണ്ടല്ലോ അവിടെ അവരെ വിളിച്ച് നോക്കിയാൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ നമുക്ക് ആ വഴി വരുന്നതുകൊണ്ട്, കാരണം ബൈക്കിലാണ് വരുന്നത്, തിരിച്ചു വരാനോ അല്ലെങ്കിൽ അങ്ങോട്ട് കയറുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അതൊരു 3-4 ദിവസം മുന്നേ അതേപോലെ മഴ പെയ്തപ്പോൾ അവിടെ ഇവിടെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു, അതിൻ്റെയാണ്. ഇപ്പോൾ വിശ്വാസമൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു ധൈര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും മലമുകളിലൊക്കെ ഒരുവിധം പച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പച്ചപ്പ് കാണാൻ വേണ്ടി തന്നെയാണ് ആ റൂട്ട് പിടിക്കാൻ നമ്മൾ വിചാരിച്ചതും. പിന്നെ കുഴപ്പമില്ലാത്തൊരു തണവുണ്ട് കേട്ടോ, തണവുണ്ട്. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. 2-3 മണിക്ക് നമുക്ക് ആ വെയിൽ ഫീൽ ചെയ്യുന്നില്ല, കാരണം ചെറിയൊരു മഴക്കാറും ആ ഒരു മഞ്ഞും ഇറങ്ങി നിൽക്കുന്ന കാരണം കൊണ്ട് നല്ല തണവുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വെയിൽ ഫീൽ ചെയ്യും. 2 മാസം മുന്നേ പോയപ്പോൾ തന്നെ നല്ല വെയിൽ ഫീൽ ചെയ്തതാണ്. അതിൻ്റെ ശേഷം ഇപ്പോഴാണ് പോകുന്നത്. ഇപ്പോൾ കണ്ടോ, അത് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു മലയിൽ ഉരുൾ പൊട്ടിയതാണോ എന്താണെന്ന് അറിയില്ല, അത്യാവശ്യം മരങ്ങളൊക്കെ പോയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ, അകലിന്ന് കാണുമ്പോൾ തന്നെ എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പിന്നെ പറയണ്ടല്ലോ. ആ ഒരു വീഡിയോക്ക് മനസ്സിലിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കാരണം വയനാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ അത്രയും സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ വയനാട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു ഏരിയ കൂടിയാണ്, അതുകൊണ്ടാണ് ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഒരു ധൈര്യത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിഷ്വൽസ് കണ്ടു നോക്ക് നിങ്ങൾ, ശരിക്കും ആ ഒരു സൈഡ് മൊത്തം ഇടിഞ്ഞു പോയതായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ പോകെ പോകെ നമ്മൾ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വിഷ്വൽസ് ഒന്നുകൂടി നല്ല ക്ലിയർ ആയിട്ട് എടുത്തുതരാം. പിന്നെ ഈ വഴിയിൽ ഇപ്പോൾ റോഡ് പണികളാണ് കേട്ടോ, റോഡ് പണി നടക്കുന്നുണ്ട്. അത്യാവശ്യം റോഡ് വീതി കൂട്ടാനുള്ള ഒരു ഏർപ്പാടാണെന്ന് തോന്നുന്നു. കണ്ടോ, നല്ല സ്ഥലമാണ് കേട്ടോ. ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. ഇത് നമ്മൾ നേര്യമംഗലം എത്തുന്നുള്ളൂ കേട്ടോ, നേര്യമംഗലം പാലം എത്തുന്നേ ഉള്ളൂ. ആ പാലം എത്തുന്നങ്ങാട്ടി മുന്നേ ഉള്ള ഇറക്കത്തുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ആൾക്കാർ ഈ വഴി വന്നിട്ടുണ്ടെന്ന് അറിയില്ല, എത്ര ആൾക്കാർ ഇത്രയും കാഴ്ചകൾ, ഇത്രയും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കമൻസും കാര്യങ്ങളും നിങ്ങൾ ഇടണേ. പിന്നെ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ബട്ടൺ കൊടുക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമുക്ക് യാത്ര ചെയ്യേണ്ടതാണ്. എപ്പോഴെങ്കിലും നമ്മൾ യാത്ര ചെയ്യണം. എപ്പോഴും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇടയ്ക്കൊന്ന് യാത്ര പോകുന്നത് നല്ലതാണ്. അതും ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിനുള്ള റിലാക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം നേര്യമംഗലത്താറായിട്ടുണ്ട് കേട്ടോ. നേര്യമംഗലം പാലം നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് ആൾക്കാർ റീൽസ് ആക്കിയിട്ടും പല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ നേര്യമംഗലം പാലം എന്ന് പറയുന്നത്. പാലം മാത്രമല്ല, പാലത്തിൻ്റെ ആ വിഷ്വൽ ബ്യൂട്ടി എന്താ പറയുക, എത്ര കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മതി വരില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു അത്രയും ഭംഗിയാണ് അവിടുത്തെ ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു വിഷ്വൽസ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ എവിടെയും പോകാൻ പറ്റുന്നില്ല, എന്താ പറയുക, എങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, അതാ ബുദ്ധിമുട്ട്, ഈ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. അതിനുള്ളൊരു ചെറിയൊരു സമയം കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. പലരും പറയും, അയ്യോ എനിക്ക് സമയമില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അത് കാരണം പോകാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ ബൈക്കിലെങ്കിൽ ബസ്സിലും പോയല്ലോ. അത്യാവശ്യം KSRTCയും അല്ലെങ്കിൽ നോർമൽ ബസ്സസും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ഉണ്ട്. ഒരു യാത്ര ചെയ്യുക, എപ്പോഴെങ്കിലും ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം നമുക്ക് മനസ്സിലാവും. ഈ ഒരു ബുദ്ധിമുട്ടി നിൽക്കുന്ന പല ആൾക്കാരുണ്ട്. അതിപ്പോൾ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, എല്ലാവരും ഇതേപോലെ ഇടയ്ക്ക് ഫാമിലി ആണെങ്കിൽ ഫാമിലിയായിട്ടും ഇടയ്ക്ക് ട്രിപ്പ് പോകും. അത് കണ്ടോ, അവൻ പറഞ്ഞ പോലെ തന്നെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഏകദേശം ഉണ്ട് കേട്ടോ. മുന്നൊക്കെ ഈ വഴിക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്നുള്ളത് പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ വെള്ള കാരണം കൊണ്ട് നമുക്ക് ആ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുന്നുമുണ്ട്. മുന്നേ ആ ഭാഗത്ത് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിൽ അത്യാവശ്യം തൊട്ട് ഞാൻ ഈ സ്ഥലം വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, വീണ്ടും വേറൊരു വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്നും നിർത്തുന്നില്ല, കാരണം അവിടെയൊക്കെ ഈ ആന ഇറങ്ങുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആന ഇറങ്ങുന്നതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിർത്തി പോകാനൊരു പേടി. പിന്നെ വണ്ടികളൊക്കെ എവിടെയൊക്കെ നിർത്തുന്നുണ്ടെങ്കിൽ അവരെ കൂട്ടത്തിൽ നിർത്തിയിട്ട് നൈസായിട്ട് കാഴ്ചകൾ കണ്ടിട്ട് പോകാമെന്നുള്ളതാണ് ആലോചന. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇവിടെ നിർത്തി പോകാനുള്ളൊരു ധൈര്യം ഇല്ല. എന്നാലും കുറേ നേരമായിട്ട് യാത്ര ചെയ്ത കാരണം കൊണ്ട് ഒരു മുഷിപ്പും ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ കയറ്റിങ്ങനെ കയറി വളഞ്ഞും തിരിഞ്ഞിങ്ങനെ പോകുമ്പോൾ ബൈക്കായ കാരണം കൊണ്ട്
നമുക്ക് ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യണം എന്നുള്ളൊരു ആലോചന ഇങ്ങനെ വരുന്നുണ്ട്. കാരണം റിലാക്സ് ചെയ്യാൻ പോകാൻ വേണ്ടി നിർത്തുന്ന ഭാഗങ്ങളിലൊക്കെ ഈ ആന ഇറങ്ങുന്നു എന്നുള്ള ബോർഡ് കാണുമ്പോൾ അല്ലെങ്കിൽ വേണ്ട ഇത് കുറച്ചുകൂടി നീങ്ങിയിട്ട് അടുത്ത ഭാഗം കാണുമ്പോൾ നിർത്താം എന്നുള്ളതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ മുന്നൊക്കെ നിർത്തിയ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ മഴ പെയ്തിട്ട് ഒരുപാട് പുല്ലും കാര്യങ്ങളൊക്കെ വന്ന കാരണം കൊണ്ട് അവിടെ നിർത്താൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, ഈ ഒരു വലിയ പാറയുടെ മേലാണ് ഇമാതിരി മരം നിൽക്കണം കേട്ടോ. അത് എത്ര വർഷമായി എന്നറിയാം അങ്ങനെ തന്നെ നിൽക്കൽ തുടങ്ങിയിട്ട്. ഞാൻ വിചാരിച്ചത് എങ്ങനെയായി മരം ഇതിൻ്റെ മേലെ നിന്നിട്ട് ഇങ്ങനെ വലുതാവുന്നുള്ളത്. കണ്ടോ, എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ ആന ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ ഇത്ര വർഷമായിട്ട് പോയിട്ട് ഇതുവരെയായിട്ട് ആനയൊന്നും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ആന ഇറങ്ങി എന്നുള്ളതും അറിയത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബോർഡ് വെച്ചതെന്നുള്ളത് ഞാൻ അവിടെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ ഒരു വട്ടം ഏതോ ആന വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുള്ളതാണോ ഇല്ല എന്നുള്ളത് അവർക്കും അറിയില്ല. പിന്നെ സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങളല്ലേ, അവർ ചിലപ്പോൾ എന്തെങ്കിലും ഇതേപോലെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഈ ആന ഇറങ്ങിയിട്ട് ഇവിടുത്തെ ആൾക്കാർ എന്താ പറയുക, കുറേ വീഡിയോസൊക്കെ നമ്മൾ കാണാറില്ല, ആന ഇറങ്ങി അവിടെ ചവിട്ടിക്കൊന്നു ഇവിടെ ചവിട്ടിക്കൊന്നു എന്നുള്ളതൊന്നും കാണണ്ടല്ലോ വിചാരിച്ചിട്ടായിരിക്കും മുന്നേ തന്നെ അവർ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഞാനൊരു 5-6 വർഷമായിട്ട് ഈ വഴിക്ക് മിക്കവാറും പോകാറുണ്ടായിരുന്നു. ഇതുവരെയായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ല. ഇനി വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. എന്നാണ്ടോ പച്ചപ്പിൻ്റെ ഭംഗി, അതായത് കാടും പിന്നെ നല്ല ഫ്രഷ് എയറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരണം. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആ നഗരത്തിൽ നിന്നുള്ള ആ ഒരു വൃത്തികെട്ട പുകയും കാര്യങ്ങളും വായുവും എല്ലാം മാറിക്കിട്ടി നല്ല ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് നമുക്ക് എല്ലാവരും യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൈൻഡൊന്ന് റിലീഫ് ചെയ്യാനൊക്കെ പറ്റും. ഇത് കണ്ട എല്ലായിടത്തും ബോർഡ് വെച്ച് കയറി. ഇനിയിപ്പോൾ ഇത് അടിമാലി എത്തുന്നവരെയും ഈ ബോർഡ് തന്നെയാണെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയും നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം കുറേ നേരമായിട്ട് യാത്ര ചെയ്തിട്ട് മനുഷ്യൻ്റെ തണ്ടൽ കിണ്ടലാവാൻ തുടങ്ങി. ഇത് ഈ ഒരു കടയും കണ്ട്. അപ്പോൾ എന്തായാലും കടയിലവിടെ ആൾക്കാരുള്ള സ്ഥിതിക്ക് അവിടെ നിർത്താം. അങ്ങനെ അവിടെ നിർത്തി പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചൊന്നുമില്ല, ചെറിയൊരു കടലമുട്ടായും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചുള്ളൂ. കാരണം കുറച്ച് നേരം നിവർന്ന് നിൽക്കാനും ഒന്ന് കാലൊക്കെ ഒന്ന് മടക്കി ഒന്ന് ലെവലാക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവിടെ നിന്ന് കേട്ടോ. പിന്നെ അവിടെ ആൾക്കാരുള്ള ഒരു ധൈര്യത്തിൽ കൂടിയാണ് അവിടെ നിന്നത്. കാരണം വരുന്ന വഴിക്ക് കണ്ടില്ലേ 5-6 വട്ടം ഉണ്ടെന്ന് തോന്നുന്നു ബോർഡ്, ആനയുടെ ബോർഡ്, ആന ഇറങ്ങുന്ന ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആന ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട്. ഇത് കണ്ട പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. വെറുതെ അല്ല, ഇത് കണ്ട, ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ആന ഇറങ്ങുന്നത് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞ് ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണുണ്ടോ. നമ്മുടെ ചീയപ്പാറ വെള്ളച്ചാട്ടം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ചീയപ്പാറ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അത്യാവശ്യം KSRTC ബസ്സും ലൈൻ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബൈക്കിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേപോലെ ബസ്സിലും വരാം കേട്ടോ. കാരണം അത്യാവശ്യം ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ്സില്ല എന്നുള്ളൊരു പരാതിയും കാര്യങ്ങളൊന്നും പറയാനൊന്നും വേണ്ട. ചില്ലറ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വന്ന് ഇതേപോലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മഴ വന്ന സമയമായ കാരണം കൊണ്ട് എല്ലായിടത്തും നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരു യാത്ര എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ബെറ്റർ ഒന്നെങ്കിൽ ഇടുക്കി, അടിമാലി, അങ്ങനെ വരുന്ന മൂന്നാർ അങ്ങനെ പോകുന്നതായിരിക്കും. അതേ അടുത്തൊരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞത് വെറുതെ അല്ല, ഈ ഭാഗത്തൊന്നും വെള്ളവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, കുഴപ്പമില്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു വെള്ളച്ചാട്ടം കുറച്ച് നേരം അവിടെ നോക്കി നിന്നു. നമ്മളവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്തതല്ലേ, ഒന്ന് മുടിയൊക്കെ ഒന്ന് ലെവലാക്കി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് ആ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ട്. പക്ഷേ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രഷ് എയർ ആയ കാരണം കൊണ്ട് നമുക്ക് എവിടെ നിൽക്കുമ്പോഴും ആ ഒരു ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അധികം ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെന്താ പറയുക, അവിടുത്തെ വെള്ളച്ചാട്ടം മാത്രമല്ല, അപ്പുറത്തെ സൈഡിൽ ഈ പറഞ്ഞ പോലെ മരങ്ങളൊക്കെ ഒരുവിധം മണ്ണില്ലാണ്ട്, അതായത് ഇടിഞ്ഞ് വീഴാറായിട്ടുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അത് കാരണം അവിടെ അധികം നിന്നില്ല. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു പറഞ്ഞ പോലെ അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ ഏകദേശം ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്താനായിട്ട് അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ എന്താ കണ്ട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി, നല്ല ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. മഴക്കനുസരിച്ചിട്ടുള്ള വെള്ളമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത വെള്ളമുണ്ട്. പിന്നെ അവിടെ അധികം നേരം നിന്നൊന്നുമില്ല കേട്ടോ.
കാരണം നമുക്ക് പോയിട്ട് ചിലപ്പോൾ റിട്ടേൺ വരണ്ടേ എന്നുള്ള ഒരു ആലോചന ഉള്ള കാരണം കൊണ്ടാണ് നമ്മൾ എല്ലാം ഈ പറഞ്ഞ പോലെ പകുതിയായിട്ട് ഇങ്ങനെ വിഷ്വൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് കേട്ടോ. ഈ ഒരു വെള്ളച്ചാട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. അത് ഇതിലും ഒന്നുകൂടി ഭംഗിയായിരുന്നു. ഇപ്പോൾ എത്രത്തോളം വെള്ളം ഉണ്ടെന്നുള്ളത് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം മുന്നേ ഇതേപോലെ പോയപ്പോൾ ആകെ ഒരു ലേശം വെള്ളം മാത്രം ജസ്റ്റ് അവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് നമുക്ക് അതുകൂടി ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് നേരെ പോവാം. പിന്നെ എന്താ മഴക്കാടെല്ലാം ഇതേപോലെ കൂടി വരുന്നുണ്ട്. എന്തായാലും കോട്ടൊക്കെ എടുത്ത് വെച്ച കാരണം കൊണ്ട് മഴയൊന്നൊരു വിഷയമാക്കുന്നില്ല. പിന്നെ മഞ്ഞും ഇറങ്ങി തുടങ്ങുന്നുണ്ട്, തണുവും നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തണുവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വെള്ളച്ചാട്ടം കേട്ടോ. ഇതാണ് വാളറ വെള്ളച്ചാട്ടം. ഇതിപ്പോൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിനെക്കാട്ടും അടിപൊളിയാണ് ഈ വാളറ വെള്ളച്ചാട്ടം കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ കുറച്ച് വെള്ളമാണ് ഇപ്പോഴും ഉള്ളൂ. ഇതിലും ഭയങ്കരമായിട്ട് വെള്ളം വരുന്നൊരു വെള്ളച്ചാട്ടമാണ് ഇത്. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നുണ്ട്. പിന്നെ ഒരുവിധം എല്ലായിടത്തും വെള്ളമായ കാരണം കൊണ്ട് കാണാനും നല്ല രസമാണ് കേട്ടോ. ഇനിയും വെള്ളങ്ങൾ ഒരുപാടുണ്ട്. ഈ ഒരു യാത്ര നേരെ ഇടുക്കിയിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ഒരുപാട് കാഴ്ചകൾ വിഷ്വൽസ് ഞാൻ എടുത്തു തരാം. നോക്കട്ടെ ഏതുവരെ പോകുന്നുണ്ടെന്നുള്ള അറിയില്ല. ഇപ്പോഴും കറക്റ്റ് തീരുമാനിച്ചിട്ടില്ല. അടിമാലിയിൽ നിർത്തണോ അതോ അവിടുന്ന് ഇടുക്കി പോകണോ എന്നുള്ളത്. പിന്നെ ഇതേ കണ്ടോ ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ. ബസ്സിനൊന്നും ഒരു കുറവില്ല. അപ്പോൾ ഇങ്ങോട്ട് ബസ്സില്ല എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. ഇങ്ങോട്ട് വരാൻ അതേപോലെ തിരിച്ചു പോകാനും ബസ്സും ഉണ്ട്. പിന്നെ കുറേ നേരമായിട്ടൊരു ലോറിക്കാരെ മുന്നിൽ നിന്ന് കളിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാ വിഷ്വൽസും നമുക്ക് തന്നെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അവിടെ ലോറിക്കാരൻ കുറേ നേരമായിട്ട് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. നമ്മളെ ആണെങ്കിൽ കയറ്റി വിടുന്നില്ല. ഒരു വൃത്തിയിട്ട ലോറിക്കാരനാണെന്ന് തോന്നുന്നു. നമ്മൾ വീഡിയോ എടുക്കണ കണ്ടിട്ടാന്ന് പറഞ്ഞാൽ അയാൾ മെല്ലെ പോകുന്നുള്ളൂ, നമ്മളെ കയറ്റി വിടുന്നില്ല. പക്ഷേ നമ്മൾ കിട്ടുന്ന വിഷ്വൽസൊക്കെ വളരെ ഭംഗിയിൽ എടുത്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ നല്ല ഭംഗിയാണ്, നല്ലൊരു ക്ലൈമറ്റുമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇടുക്കി പോവുകയാണെങ്കിൽ ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ട് ആസ്വദിച്ച് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ കമൻറ്റ്സ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ എനിക്കതൊരു പ്രചോദനമായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്ത് ഇതേപോലെ അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടീസൊക്കെ കാണിച്ചു തരാൻ എന്നെക്കൊണ്ട് സാധിക്കും. അതിനുള്ള എല്ലാ പ്രചോദനവും നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റ്സും ഒക്കെയാണ്. നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഏകദേശം ഇപ്പോൾ അടിമാലി ഭാഗത്ത് എത്താറായിട്ടുണ്ട്. അടിമാലി എത്താറാകുമ്പോൾ ഉള്ള വിഷ്വൽസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ മൊബൈലിൽ കാണുമ്പോൾ, അതായത് ഞാൻ ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത് മൊബൈലിലാണ്. ഇതിലും ഭംഗിയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനേക്കാൾ ഭംഗി നേരിട്ട് കാണുമ്പോഴുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് രസമായിരിക്കും. മൊബൈലിൽ ഇത്രയും ക്ലാരിറ്റി അല്ലേ കിട്ടത്തുള്ളൂ. ഇതാ കണ്ട എവിടെയും ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഈ വെള്ളച്ചാട്ടം മിക്കവാറും ഈ പറഞ്ഞ പോലെ ഉണ്ടാവാറില്ല. കാരണം നല്ലോണം മഴ പെയ്തെങ്കിൽ മാത്രമാണ് അവിടെ അത്രയും വെള്ളച്ചാട്ടം ഉണ്ടാവാറുള്ളൂ. അവിടെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട്. അവർക്ക് ബാക്ക് സൈഡിൽ ഇതേപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇരുന്ന് ചായ കുടിക്കാനുള്ളൊരു ഭാഗമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. കാരണം ഞാൻ മുന്നേ വന്നപ്പോൾ അവിടെ അങ്ങനെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിലിടയ്ക്ക് അവിടെ വെള്ളം മൊത്തത്തിൽ പറ്റിയ ഒരു സമയത്ത് അവരതൊക്കെ നിർത്തിപ്പോയതായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ അടിമാലിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് ലോങ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ അതായത് നിങ്ങൾ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. എന്തായാലും ഞാൻ അടിമാലിയിൽ എത്തിയിട്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്.
അത് കഴിഞ്ഞിട്ട് അടിമാലി കഴിഞ്ഞ് ഞാൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അടിമാലിയിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതും അതിൻ്റെ ആ ഭാഗത്തുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലോട്ട് ഞാൻ വരുമ്പോൾ എനിക്കതിൻ്റെ ഒരു പ്രചോദനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്കും ഷെയറും കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ യാത്ര ഞാൻ മിക്കവാറും അടിമാലി വെച്ചിട്ട് നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വൽസുമായിട്ട് വരാം കേട്ടോ. പിന്നെ ഇത്രയും ഭാഗങ്ങൾ, അതായത് ഇത്രയും വിഷ്വൽസ് എടുത്തതിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിച്ചു തരണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.